നമസ്കാരം. വാസ്തുശാസ്ത്രത്തിൽ നിരവധിയാർന്ന സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുള്ളതാകുന്നു. നിങ്ങളുടെ വീടുകളിൽ ഇവ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ വിജയം വീടുകളിൽ വന്നു ചേരും. പോസിറ്റീവായ ഊർജം ആ വീടുകൾക്ക് പ്രദാനം ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുകയും അഥവാ വിജയങ്ങൾ വന്നു ചേരുകയും അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ്. അത്തരത്തിലൊരു ചെടിയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ ചെടി നിങ്ങളുടെ വീടുകളിൽ നടുന്നതിലൂടെ വളർത്തുന്നതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വിജയങ്ങൾ ലഭിക്കാൻ ആരംഭിക്കുന്നതാണ്. ശംഖുപുഷ്പം എന്നാണ് ഈ ചെടിയുടെ പേര്. സംസ്കൃതത്തിൽ ഈ ചെടിയെക്കുറിച്ച് പരാമർശിക്കുന്നത് വിഷ്ണുപ്രിയ, വിഷ്ണുകാന്ത, ഗിരികർണി, അശ്വഗുര എന്നെല്ലാം ആണ്. അത്തരത്തിലാണ് സംസ്കൃതത്തിൽ ഈ സസ്യത്തെ വിളിക്കുന്നത്. ശംഖുപുഷ്പം 2 നിറങ്ങളിലാണ് ഉള്ളത്. വെള്ള ശംഖുപുഷ്പവും നീല ശംഖുപുഷ്പവും. ഇതിൽ നീല ശംഖുപുഷ്പം മഹാവിഷ്ണു ഭഗവാന് ഏറെ വിശേഷപ്പെട്ടതായി കണക്കാക്കുന്നതുമാണ്. അപ്രകാരമാണ് വിശ്വാസം. അതിനാൽ ഇവ വീടുകളിൽ വളർത്തുന്നതിലൂടെ ആ വീടുകളിൽ സമ്പത്ത്, ഐശ്വര്യം കടന്നു വരും എന്നാണ് വിശ്വാസം. എന്നാൽ വാസ്തുപ്രകാരം നിങ്ങൾ ശംഖുപുഷ്പം വളർത്തുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ദിശയ്ക്ക് തന്നെയാണ്. ഈ ദിശയിൽ വളർത്തുന്നതിലൂടെ നിങ്ങൾക്ക് ഉയർച്ചയും അനുകൂലമായ ഫലങ്ങളും നേട്ടങ്ങളും നൽകുവാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളെ തേടിയെത്തും എന്ന് തന്നെ പരാമർശിക്കാം. വാസ്തുശാസ്ത്ര പ്രകാരം നോക്കുമ്പോൾ ഈ ദിശകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വീടിന്റെ കിഴക്ക്, വടക്ക്, വടക്ക് കിഴക്ക് ദിശകളിൽ ഈ ചെടി നട്ടു വളർത്തുന്നത് വളരെ ശുഭകരമായാണ് കണക്കാക്കുന്നത്. ഈ ദിശ ദൈവിക ദിശയായാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ ഈ ദിശയിൽ ശംഖുപുഷ്പ ചെടി വരുന്നത് ആ വീടുകളിൽ സന്തോഷവും ഐശ്വര്യവും കൊണ്ടുവരും എന്നാണ് പറയുക. വീടിന്റെ പ്രധാന വാതിലിന്റെ വലതുവശത്ത് ഈ ചെടി നടുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്നതുമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് ആ വീടുകൾക്ക് മംഗളകരമായ ഫലങ്ങൾ നൽകുന്നു എന്നും വിശ്വാസമുണ്ട്. കൂടാതെ ആ വീടുകളിൽ സന്തോഷം നിലനിൽക്കുന്നതിന് സഹായകരമാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ ആ വീടുകളിലേക്ക് തേടിയെത്തുന്നതാണ്. എന്നിരുന്നാലും ഈ ചെടി ഒരിക്കലും പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് ദിശയിൽ നടരുത് എന്നാണ് പറയുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അത് നിങ്ങളുടെ വീടിന് തന്നെ ദോഷമായി ഭവിക്കാം. പ്രധാനമായും കടബാധ്യതകൾ വന്നു ചേരുന്നതിനോ കടം ആ വീടുകളിലേക്ക് കടന്ന് വരുന്നതിനോ കാരണമായി തീരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദാരിദ്ര്യമാണ് ഫലമായി വന്നു ചേരുക. എന്നാൽ ശത്രു അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ശത്രുവുണ്ട് എങ്കിൽ ആ ശത്രു പ്രബലനാകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അത് ആര് തന്നെയാണ് എങ്കിലും അയാൾക്ക് നിങ്ങളുടെ മേൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിക്കും. കാരണം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കണം എന്നില്ല. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ വീട്ടിൽ ശംഖുപുഷ്പ ചെടി നടുന്നത് ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നതാണ്. ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച നിങ്ങൾക്ക് ഈ സസ്യം വീടുകളിൽ നടുന്നതും ശുഭകരമാണ്. മഹാവിഷ്ണു പ്രീതിയുള്ള ഈ ദിവസങ്ങൾ അത് ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതുമാണ്. വെള്ളിയാഴ്ച സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതായ ദിവസമാണ്. അതിനാൽ ഈ 2 ദിവസങ്ങൾ, അതായത് പ്രധാനമായും 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ശംഖുപുഷ്പം നിങ്ങൾ നടുകയാണ് എങ്കിൽ അത് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് അത് സഹായകരമായി തീരും. വെള്ളിയാഴ്ച ദിവസം ഈ ചെടി നട്ടു വളർത്തുന്നതിലൂടെ സാക്ഷാൽ മഹാലക്ഷ്മി ദേവി വീടുകളിൽ എത്തുന്നു എന്നാണ് പറയുക. വ്യാഴാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ഈ ചെടി നടുന്നതിലൂടെ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ നിലനിൽക്കുന്നതിന് സഹായകരമായി തീരും. വാസ്തുപ്രകാരം ഈ ചെടി വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ധനപരമായ പ്രയാസങ്ങൾ,
കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ക്രമേണ ഇല്ലാതാകും എന്നാണ് പറയുക. അനുകൂലമായ പല അവസരങ്ങളും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ നീല ശംഖുപുഷ്പച്ചെടി സമ്പത്തിനെ ആകർഷിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ അത്രമേൽ പ്രാധാന്യം ഈ സസ്യത്തിനുണ്ട്. വാസ്തുപ്രകാരം ഈ ചെടി നടുന്നതിലൂടെ വീട്ടിൽ പോസിറ്റീവായ എനർജി പ്രസരിക്കുന്നതുമാണ്. പോസിറ്റീവായ ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിന് അത് സഹായകരമായി തീരും. കൂടാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ വന്നു ചേരുന്നതിന് അത് സഹായകരമായി തീരും. ജീവിതത്തിൽ നിന്നും മോശകരമായ കാര്യങ്ങൾ ക്രമേണ അകലുവാൻ തുടങ്ങും. ഇത് നിങ്ങൾക്ക് അനുഭവഭേദ്യമാകുന്ന ഒരു കാര്യം തന്നെയാകുന്നു. ശനിയാഴ്ച ശനിദേവന് ശംഖുപുഷ്പം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമായ ഫലമായി കണക്കാക്കപ്പെടുന്നു. ശനിദേവന്റെ അനുഗ്രഹം ആ വ്യക്തികളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അത് സഹായകരമായി തീരുന്നു എന്നുള്ളതാണ്. ശനിദേവനെ നിങ്ങൾ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്, അഥവാ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഏഴര ശനി പോലുള്ള ദോഷകരമായ ഫലങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ നിങ്ങൾക്ക് സഹായകരമായി തീരും. പ്രധാനമായും ഏഴര ശനിയുമായി ബന്ധപ്പെട്ട ദോഷങ്ങളുടെ കാഠിന്യം കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു പരിധിവരെ അകലും എന്ന് തന്നെ പരാമർശിക്കാം. വിഷ്ണു അഥവാ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന് പ്രിയപ്പെട്ടതായ സസ്യമായതിനാൽ തന്നെ തീർച്ചയായും ശംഖുപുഷ്പം നിങ്ങൾക്ക് ധനലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും നേടിത്തരുന്നതാണ്. കൃഷ്ണകാന്ത അതായത് നീല ശംഖുപുഷ്പം ധനലക്ഷ്മി ദേവിയെ ആകർഷിക്കുന്നു എന്നാണ് പറയുക. അതിനാൽ അത്തരത്തിൽ ഒരു വിശ്വാസവുമുണ്ട്. ഈ ചെടി നട്ടുപിടിപ്പിക്കുന്നതായ വീടുകളിൽ സാക്ഷാൽ മഹാലക്ഷ്മി ദേവി വസിക്കുന്നു. ആ വീടുകളിൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു എന്നാണ് പറയുക. നിങ്ങൾ ധനികനാവുകയാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുവാൻ സഹായകരമായി തീരും. കാരണം കഠിനാധ്വാനം ചെയ്യുകയും കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് ധനം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ കടന്ന് വരികയും ചെയ്യാം. നീല ശംഖുപുഷ്പം വീടുകളിൽ നട്ടുപിടിപ്പിക്കുകയാണ് എങ്കിൽ അത് കുടുംബാംഗങ്ങൾക്കും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ നൽകും. പ്രധാനമായും ബുദ്ധിശക്തി, ബുദ്ധിവൈഭവം വർദ്ധിക്കുന്നതാണ്. ഇതോടൊപ്പം ഈ പുഷ്പം മഹാവിഷ്ണു ഭഗവാന് നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ കുടുംബം ഒരിക്കലും പരാജയപ്പെടില്ല എന്നും പറയുന്നു. വെളുത്ത നിറമുള്ള ശംഖുപുഷ്പം ധനലക്ഷ്മി ദേവിയെ ആകർഷിക്കുന്നു എന്നാണ് പറയുക. വീട്ടിൽ ശംഖുപുഷ്പച്ചെടി നടുന്നത് ആ വ്യക്തിക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നേരിടുവാനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നതാണ്. പ്രതികൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്രമേണ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രധാനമായും ആ വീടുകളിൽ നെഗറ്റീവ് ഊർജത്തിന്റെ പ്രഭാവം കുറയുന്നതിനാൽ തന്നെ ആ വീടുകളിൽ സന്തോഷവും സമാധാനവും ഐക്യവും നിലനിൽക്കും. പല കാര്യങ്ങളിലൂടെയും വന്നു ചേരേണ്ടതായ കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഭക്ഷ്യധാന്യങ്ങൾക്ക് ഒരിക്കലും കുറവുണ്ടാകില്ല എന്നാണ് പറയുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ജീവിതത്തിലേക്ക് മഹാലക്ഷ്മി കടാക്ഷത്താൽ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ കടന്നു വരാം. അതിനാൽ തന്നെ ശംഖുപുഷ്പം വീടുകളിലുണ്ട് എങ്കിൽ, വളരുന്നു എങ്കിൽ അത് വിശേഷമാണ്. പ്രത്യേകിച്ചും ഈശ്വരാധീനമുള്ള ഭൂമിയിൽ മാത്രമേ ശംഖുപുഷ്പം വളരൂ എന്നതാണ് വാസ്തവം. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിലും ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങൾ താമസിക്കുന്നതായ ഭൂമിയിൽ ഈശ്വര കടാക്ഷമുണ്ട്, അഥവാ ഈശ്വരാധീനമുള്ള ഭൂമിയാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതായ അവസരത്തിൽ ശംഖുപുഷ്പം ശുദ്ധിയോടെ കൊണ്ടുപോകുന്നതും ആ ശംഖുപുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വിശേഷമാണ്. കൂടാതെ മഹാലക്ഷ്മി ദേവിക്ക് പ്രിയപ്പെട്ട ദിവസമായ വെള്ളിയാഴ്ചയും ഇപ്രകാരം ദേവിക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, വിളക്ക് തെളിയിച്ചതിന് ശേഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യും.